ഒരു കാശിന് കൊള്ളൂല, 150 രൂപയ്ക്കൊക്കെ വരുന്ന നഷ്ട സിനിമ. മമ്മൂക്ക കൊള്ളൂല, മമ്മൂക്കാണാലും ബാക്കിയ സിനിമ വേണമെങ്കിൽ നമുക്ക് ഒരു 2 മണിക്കൂറൊക്കെ സുഖമായിട്ട് അതിൻ്റെ അകത്ത് കിടന്നുറങ്ങാം. കൊള്ളാം, കണ്ടിരിക്കാനും പറ്റൂല, ഒരുമാതിരി ഉണ്ടാക്കി വെച്ച് കൊള്ളത്തില്ല, ബോറടിച്ച്. 150 രൂപ പോയി. ഒന്നുമില്ല, ഉറക്കം വന്നു. ആദ്യമായിട്ടൊരു സിനിമ കണ്ട് ഉറക്കം വന്നിരുന്നു. മോശം എന്ന് പറയാം, മമ്മൂട്ടീനെ നമ്മൾ കുറേ പ്രതീക്ഷിച്ചല്ലേ കയറുന്നത്. മമ്മൂട്ടി ചിത്രം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഉള്ള മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷ പോയി. പടത്തിനെ ബാധിക്കുമെന്ന് വെച്ചാൽ ചിലവരിപ്പം ഒരു ആൻറ്റി ഇപ്പം പറഞ്ഞിട്ട് പോയില്ലേ, അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. ഇത് തന്നെ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. പോരാ, പടം പോരാ, അത്ര തന്നെ. സിനിമ ഒരു കാശിന് കൊള്ളൂല, 150 രൂപയ്ക്കൊക്കെ വരുന്ന നഷ്ട സിനിമ. കൊള്ളൂല എന്താണെന്ന് കൊള്ളൂല. പടം ഇങ്ങനെ ചെയ്തിരിക്കണേന്ന് പോലെ അറിഞ്ഞൂടാ, ഒരു മാതിരി വൃത്തിയായിട്ട്. ഇത് മമ്മൂക്ക കൊള്ളൂല, മമ്മൂക്കാണാലും ബാക്കിയ സിനിമ. എനിക്ക് അത്ര പറയാനുള്ളൂ. കൊള്ളൂല, പോരാ കേട്ടോ. ചെയ്തു വെച്ചിരിക്കണം കൊള്ളാം, പക്ഷേ ഒരു സ്റ്റോറി ഒന്നുമില്ല. ഒരുമാതിരി എവിടെയൊക്കെ കൊണ്ട് തുടങ്ങിയിട്ട് എവിടെയൊക്കെ കൊണ്ട് അവസാനിക്കും. കൊള്ളാം, കണ്ടിരിക്കാനും പറ്റൂല, ഒരുമാതിരി ഉണ്ടാക്കി വെച്ച് കൊള്ളത്തില്ല, ബോറടിച്ച്. 150 രൂപ പോയി. കൊള്ളത്തില്ല, സിനിമ കൊള്ളത്തില്ല. മമ്മൂക്കയുടെ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര എത്തിയില്ല സിനിമ. എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഗ്രാഫിക്സ് ഒക്കെ വെറും ബോറായിരുന്നു, എഡിറ്റിംഗ് ഒക്കെ ബോറായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഒരു 2 മണിക്കൂറൊക്കെ സുഖമായിട്ട് അതിൻ്റെ അകത്ത് കിടന്നുറങ്ങാം. അത്ര മോശമായിരുന്നു പടം. ഇത് തന്നെ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. പോരാ, പടം പോരാ, അത്ര തന്നെ. ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം, നല്ല സൂപ്പർ പടം. മമ്മൂട്ടിയുടെ പുതിയ സ്റ്റൈൽ സൂപ്പർ പടം. ഇല്ല അതൊക്കെ പല ഓരോ വെറൈറ്റി ആളുകൾക്ക് ഓരോ രീതിയല്ലേ, പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ല പടം. കൊള്ളാം, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് മോശം, ഇഷ്ടപ്പെട്ടില്ല. മമ്മൂട്ടീനെ കുറേ പ്രതീക്ഷിച്ചാണ് കയറിയത്, പക്ഷേ വളരെ മോശമായിപ്പോയി. മോശം എന്ന് പറയാം, മമ്മൂട്ടീനെ നമ്മൾ കുറേ പ്രതീക്ഷിച്ചല്ലേ കയറുന്നത്. മമ്മൂട്ടി ചിത്രം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഉള്ള ഇല്ലായിരുന്നു. മമ്മൂട്ടിക്ക് പറ്റിയ റോളല്ല. ഒന്നുമില്ല, ഉറക്കം വന്നു. ആദ്യമായിട്ടൊരു സിനിമ കണ്ട് ഉറക്കം വന്നിരുന്നു. ഞങ്ങൾ അത് തന്നെ പറയാനുള്ളൂ. ഒരു ഗെയിമിനെ ആസ്പദമാക്കിയുള്ള പരിപാടി ഞങ്ങളൊക്കെ നല്ലത് പ്രതീക്ഷിച്ച. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷ പോയി. അങ്ങനെയൊന്നും പറയാനില്ല, ഒരു പടത്തിലേ ഞങ്ങൾ പറഞ്ഞോളൂ. പടം നല്ലതാണ്, പക്ഷേ മമ്മൂട്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ മറ്റൊരു തീമാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. പ്രമയുഗമൊക്കെ നല്ലതല്ല, പ്രമയുഗം ഉണ്ടുള്ളൂ. പിന്നെ അതുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഇറങ്ങിയതൊന്നും. കഥയില്ല, ഒരു കഥയുമില്ല, ഒന്നും മനസ്സിലായില്ല എന്താണെന്ന്. ചുമ്മാ ഒരു ഗെയിം നടത്തുന്നു, അതേ ഉള്ളൂ. പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. ഓരോ സിനിമയ്ക്ക് ഇപ്പം നമ്മളിപ്പം ഇപ്പം ഈ ലാസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു. ഓരോ പടമുണ്ട്, ഓരോ പടത്തിൽ ഓരോ രീതിയിൽ ഇറക്കാൻ പറ്റും. എല്ലാ പടം ഒരേ രീതി ഇറക്കി കഴിഞ്ഞാൽ പടം ബോറാവും കാണുന്നവർക്ക്. അതുകൊണ്ടാണ് പിന്നെ ഒരാൾക്ക് ഓരോ രീതി. ഇപ്പം എൻ്റെ രീതി ആയിരിക്കില്ല വേറെ ഒരാൾക്ക് വരുന്നത്, അതുകൊണ്ടാണ്. കാണാം, കണ്ടുകൊണ്ടിരിക്കാം. എന്തായാലും നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആയത്. ഇങ്ങനത്തെ പടം നമുക്ക് എന്തായാലും മലയാള ഇൻഡസ്ട്രി ഇങ്ങനത്തെ പടം വരുന്നത് നമുക്ക് നല്ല അഭിമാനമാണ്. ഇപ്പോൾ ലൂസിഫർ ആയാലും എമ്പുരാനായാലും ഓഫീസറായാലും ഓരോ രീതി ഓരോ പടത്തിനും. അതേപോലെ പടം ഇത് അല്ലടാ, ഓരോ ആൾക്കാർ ഓരോ രീതിയല്ല ഏട്ടാ. അപ്പം ഞാനൊരു ഫാൻ ബോയാ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പടം. ഓരോ ആൾക്കാർ ഓരോ രീതിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്കെന്താ ഇഷ്ടപ്പെട്ടത്, പക്ഷേ ക്ലൈമാക്സ് ഒരു അന്യായമാണ്, പ്രതീക്ഷിക്കാത്ത ലെവലാണ് ക്ലൈമാക്സ്. ഒരു അവസാനത്തെ 20 മിനിറ്റ് പടം നമ്മൾ വേറെ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ പയ്യെ സ്ലോ ബേസാണ്. ഓഫീസറായാലും ഏതായാലും ഓരോ രീതിയല്ലേ. ഇല്ലട്ടാ, പടത്തിനെ ബാധിക്കും. ഇപ്പോൾ പടത്തിനെ ബാധിക്കുമെന്ന് വെച്ചാൽ ചിലവരിപ്പം ഒരു ആൻറ്റി ഇപ്പം പറഞ്ഞിട്ട് പോയില്ലേ, അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്തായാലും പുള്ളിയുടെ ലുക്ക് ഒരു അവാർ ലുക്കാണ്, അത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ.